ഇന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പാവയ്ക്ക തോരനാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഇവിടെ ഒരു പാവയ്ക്ക നന്നായി കഴുകി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു സവാളയും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട്. എരിവിനായിട്ട് ഒരു കഷ്ണം ഇഞ്ചിയും 6 പച്ചമുളകും കൂടി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പാവയ്ക്കയ്ക്ക് ആയതുകൊണ്ടാണ് ഇത്രയും പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത ശേഷം ഒരു മൺചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്കയും സവാളയും ഇഞ്ചിയും പച്ചമുളകും ഇട്ട ശേഷം 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത ശേഷം ഒരു പിടി തേങ്ങയും കൂടി ചേർത്ത് നന്നായി തിരുമ്മി യോജിപ്പിക്കാം. ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത ശേഷം അടച്ചു വെച്ച് വേവിക്കാം. നന്നായി ആവി വന്നു കഴിഞ്ഞാൽ ഇളക്കി കൊടുത്ത ശേഷം ചെറുതീയിൽ വേവിച്ചെടുക്കാവുന്നതാണ്. 2-3 പ്രാവശ്യം അടപ്പ് തുറന്ന് പാവയ്ക്ക അടിയിൽ പിടിക്കാതെ ഇളക്കി കൊടുക്കാം. പാവയ്ക്ക വെന്ത് കഴിഞ്ഞാൽ തുറന്ന് വെച്ച് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാവുന്നതാണ്. അടുത്തതായി ഒരു ചീനച്ചട്ടി വെച്ച ശേഷം ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു തണ്ട് കറിവേപ്പില ഇട്ട ശേഷം പാവയ്ക്ക ചേർത്ത് ഇളക്കി ഡ്രൈ ആക്കി എടുക്കാവുന്നതാണ്. നല്ല ചൂട് ചോറിലിട്ട് ഇളക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു പാവയ്ക്ക തോരനാണിത്. എല്ലാവരും ഈ രീതിയിൽ പാവയ്ക്ക തോരൻ ഉണ്ടാക്കി നോക്കിയ ശേഷം അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുന്നതിനോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തോളൂ. മറ്റൊരു നല്ലൊരു വിഭവമായി മറ്റൊരു അവസരത്തിൽ വീണ്ടും കാണാം. താങ്ക്